ഈ അവധിക്കാലത്ത് പ്രോക്സിമയിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 10 പേരെയും മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 25 പേരെയും മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം മുടങ്ങിയതോടെ കരുളായി ഉൾവനത്തിൽ അധിവസിക്കുന്ന ചോലനായ്ക്കർ പ്രയാസത്തിലായി. റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരിയൊഴികെ വീട്ടിലേക്ക് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും ഉണക്കമീനും പച്ചക്കറികളും അടങ്ങിയ കിറ്റിന്റെ വിതരണമാണ് മുടങ്ങിയത്. അരിയുണ്ട്, അതുകൊണ്ട് ചോറ് വെക്കും. കൂടെ കഴിക്കാൻ മറ്റ് സാധനങ്ങളൊന്നുമില്ല. പിന്നെ കാന്താരിമുളകാണ് ആശ്രയം. ഇത് ഉപ്പും കൂട്ടി കല്ലിൽ ചതച്ച് ചോറിൽ കൂട്ടി കഴിക്കും. കണ്ണിക്കയിൽ താമസിക്കുന്ന മണ്ണള ചെല്ലന്റെ വാക്കുകളാണിത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ITDP നൽകിയിരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം മുടങ്ങിയതോടെ കരുളായി ഉൾവനത്തിൽ അധിവസിക്കുന്ന ചോലനായ്ക്കരായ ഗുഹാവാസികളുടെ അളയിലെ അവസ്ഥയാണിത്. രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് വിശപ്പ് മാറ്റാമെന്ന് കരുതിയാൽ അതിനും വഴിയില്ല. കട്ടൻ ചായ ഉണ്ടാക്കാൻ ചായപ്പൊടിയോ പഞ്ചസാരയോ ഇല്ല. പരിഭവ രൂപേണ മാഞ്ചേരിയിലെ തങ്കൻ പറഞ്ഞു. ആകെ കഷ്ടത്തിലാണ്. പണിക്ക് പോയി സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കണമെന്ന് കരുതിയാൽ വേനലായതിനാൽ വനവിഭവങ്ങളും കിട്ടാനില്ല. തേൻ ശേഖരിക്കാൻ ഇനിയും ദിവസങ്ങൾ കഴിയണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല. കിറ്റ് കിട്ടുന്നതുവരെ ഇങ്ങനെ കഴിയാം. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നെടുങ്കയത്തെത്തിയ ചോലനായ്ക്കരാണ് ഭക്ഷ്യക്കിറ്റ് മുടങ്ങിയതിനെ തുടർന്നുള്ള പ്രയാസങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞത്. സ്കൂൾ പൂട്ടി ഹോസ്റ്റലിൽ കഴിഞ്ഞിരുന്ന കുട്ടികൾ തിരിച്ചെത്തിയതും ഈ അവസ്ഥയിലേക്കാണെന്ന് കൂട്ടത്തിലെ സ്ത്രീകൾ സങ്കടത്തോടെ പറഞ്ഞു. ചോലനായ്ക്ക കുടുംബങ്ങൾക്ക് ITDP സൌജന്യമായി നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനെ തുടർന്നാണ് മുടങ്ങിയത്. 2 ആഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ മാഞ്ചേരിയിൽ വിതരണം ചെയ്തിരുന്നത്. ഇത് മുടങ്ങിയതോടെ പല കുടുംബങ്ങളിലും അരിയൊഴികെയുള്ള സാധനങ്ങൾ തീർന്നതായി ഇവർ പറഞ്ഞു. മാഞ്ചേരിയിൽ നിന്നും ഏറെ അകലെ താമസിക്കുന്നവർക്കാണ് സാധനങ്ങൾ കിട്ടാൻ പ്രയാസം. എല്ലാ കുടുംബങ്ങളിലും സാധനങ്ങൾ തീർന്നതിനാൽ അയൽപ്പക്കത്തുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണിവർക്ക്. നാട്ടിൽ വന്ന് ഭക്ഷ്യവസ്തുക്കൾ വന്ന് വാങ്ങണമെങ്കിൽ വാഹന വാടക തന്നെ 2000-ന് മുകളിലാകും. അതിനൊന്നും ആരുടെ കയ്യിലും പണമില്ലെന്നും ഇവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുകയും തങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തു. ഇനി കിറ്റ് താമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും മുടങ്ങിയ കിറ്റ് ഈ ആഴ്ച തന്നെ വിതരണം തുടങ്ങണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരുളായി.